PMA ഗഫൂറിന്റെ വരൂ ഈ ചിറകിലൊളിക്കൂ എന്ന ഈ പുസ്തകത്തിൽ പിറ്റേന്ന് ആഘോഷങ്ങളേ ഇല്ല എന്ന ഒരു അധ്യായമുണ്ട്. റഷ്യക്കെതിരെ യുദ്ധത്തിനൊരുങ്ങുകയാണ് ബ്രിട്ടന്. രാജ്യത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനെ വിളിച്ചു വരുത്തിയിട്ട് ശത്രു രാജ്യത്തെ നിശേഷം ഇല്ലാതാക്കാൻ കഴിയുന്ന, മനുഷ്യരെ കൊന്നൊടുക്കാൻ കഴിയുന്ന ഒരു വാതകം കണ്ടെത്താൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. ഒരു വിഷവാതകം കണ്ടെത്താൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അത് കണ്ടെത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തലമുറകളോളം ജീവിക്കാനുള്ള, പല തലമുറകൾ ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത അത്ര വലിയ ഒരു ഫണ്ട് ഓഫർ ചെയ്യുകയാണ്. പക്ഷേ ആ ശാസ്ത്രജ്ഞൻ അത് നിരസിക്കുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഗവൺമെന്റിന് ഒരു കത്തയച്ചു. ആ കത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉറുമ്പുകൾ ഭക്ഷണം കൊണ്ടുപോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് ഓരോ ഭക്ഷണ പദാർത്ഥങ്ങൾ മാളത്തിനരികിൽ അവർ വലിച്ചു കൊണ്ടുവരും. എന്നാലോ ആ മാളത്തിന് ചെറിയൊരു സുഷിരമേ കാണൂ. കഷ്ടിച്ച് ഒരു ഉറുമ്പിന് പ്രവേശിക്കാനേ കഴിയൂ. എത്രയോ ദൂരെ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് വലിച്ചു കൊണ്ടുവന്ന ആ ഭക്ഷണം പക്ഷേ മാളത്തിന്റെ വാതിലിനരികിൽ ഉപേക്ഷിക്കാൻ മാത്രമേ ഉറുമ്പിന് കഴിയൂ. നമ്മൾ മനുഷ്യരുടെ കാര്യവും ഇത്രയേ ഉള്ളൂ. ആയുസ് നീളെ വീർപ്പുറ്റിച്ചും വിഹിതമല്ലാതെയും പണം വാരിക്കൂട്ടുന്നു. എന്നാൽ അവസാന യാത്രയിൽ ഇതൊന്നും കൊണ്ടുപോകാനാകാതെ മരണത്തിന്റെ പടിവാതിൽക്കൽ ഉപേക്ഷിക്കുന്നു. മനുഷ്യരെ കൊല്ലുന്ന വിഷവാതകം കണ്ടുപിടിച്ചാൽ നിങ്ങൾ എനിക്ക് തരുന്ന പണം കൊണ്ട് എനിക്കൊരു ഗുണവും ഇല്ല. ആരുടെയും ജീവൻ തകർക്കാൻ എനിക്കാവില്ല. മൈക്കൽ ഫാരഡേ ആയിരുന്നു ആ മഹാനായ ശാസ്ത്രജ്ഞൻ. മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും, ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും, മോഹങ്ങളുണ്ടാവും. ഈ ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളൊക്കെ തന്നെയാണ് മനുഷ്യനെ ജീവിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ മനുഷ്യന് ഉണ്ടായിരിക്കേണ്ടതാണ്. പക്ഷേ ആ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ സഫലീകരിക്കാൻ വേണ്ടി മനുഷ്യൻ പല വഴികൾ അന്വേഷിക്കും. അതിൽ വളഞ്ഞതും പൊളഞ്ഞതും ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള വളഞ്ഞതും പൊളഞ്ഞതും നേരല്ലാത്തതായിട്ടുള്ള വഴികൾ അന്വേഷിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു ബോധമാണ് ഈ ഒരു സംഭവത്തിലൂടെ ഗഫൂർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അഥവാ ഉറുമ്പുകൾ ഭക്ഷണം വലിച്ചഴിച്ച് കൊണ്ടുവന്നിട്ട് ആ മാളത്തിന് പുറത്ത് ഉപേക്ഷിക്കുന്നത് പോലെ നമ്മുടെ ജീവൻ ഒരിക്കൽ നമുക്ക് ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടതുണ്ട്. ജീവിതം മുഴുവൻ ആഘോഷങ്ങളാണ്. ആ ഓരോ ആഘോഷത്തിൻ്റെയും പിറ്റേ ദിവസം ഒരു ആഘോഷമില്ല. കല്യാണ ദിവസം ആഘോഷമാണ്, പക്ഷേ പിറ്റേന്ന് കല്യാണാഘോഷം ഇല്ലല്ലോ. അതുപോലെ നമ്മുടെ ജീവനും അങ്ങനെ തന്നെയാണ്. ആഘോഷങ്ങളുടെ അവസാനം, പിറ്റേ ദിവസം ആഘോഷമില്ലാത്ത രീതിയിൽ നമ്മുടെ ജീവന്റെ അന്ത്യമാണ് മരണം. ആ മരണത്തിന് ഒരു ചെറിയ ഒരു സുഷിരമാണ്. നമ്മളെ എവിടുന്നൊക്കെയോ വലിച്ചഴിച്ച് കൊണ്ടുവരുന്ന, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കൊണ്ടുവരുന്ന എല്ലാം ഉപേക്ഷിച്ച്, അതൊരു പക്ഷേ അന്യൻ്റെതായിരിക്കും, അവിഹിത മാർഗത്തിലൂടെ ഉണ്ടാക്കിയതായിരിക്കും, നമുക്ക് ഒരു അർഹതയും ഇല്ലാത്തതായിരിക്കും. ഇതൊക്കെ നമ്മൾ പിടിച്ചു വലിച്ചു കൊണ്ടുവരാണ്. എന്നിട്ട് ആ മാളത്തിലെത്തുമ്പോൾ അതെല്ലാം പുറത്തുപേക്ഷിച്ചിട്ട് നമുക്ക് തീർച്ചയായിട്ടും ആ മാളത്തിലേക്ക് കയറി പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ജീവിതം ആസ്വദിക്കുക, ആഘോഷിക്കുക, സന്തോഷിക്കുക, അതൊക്കെ തീർച്ചയായിട്ടും വേണ്ടതാണ്. പക്ഷേ അതിനൊരു ഒരു ലിമിറ്റ്, ഒരു നിയന്ത്രണം നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മളുടേതല്ലാത്ത എന്തെങ്കിലും നമ്മിൽ വന്നു ചേരുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോ നിമിഷവും ഓർത്തുകൊണ്ടിരിക്കണം എന്നാണ് ഈ ഒരു സംഭവത്തിലൂടെ ഗഫൂർ നമ്മോട് പറഞ്ഞു തരുന്നത്.